ലവ് എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് ലവ്. ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ എപ്പോഴും നമ്മുടെ ഗ്രോത്ത് ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നോളജ് വൈഡൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും പഠിക്കാനായിട്ട് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ലൈഫിൽ ഒരു ഇൻഫോർമേഷൻ സീക്കിങ് അല്ലെങ്കിൽ ഒരു നോളജ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻഡിക്കേഷൻ ആണ് നമ്മൾക്ക് എന്തൊക്കെയോ ഒരു പുരോഗതി ഉണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ വളരുന്നുണ്ട് എന്നൊരു റിയലൈസേഷൻ നമുക്ക് നമ്മളെ ഇന്നർ മൈൻഡിന് കൊടുക്കാൻ വേണ്ടി സാധിക്കും. സോ ദാറ്റ് നമ്മുടെ ഉള്ളില് നമ്മളെ കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ടാവും. അത് നമുക്ക് തരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ നമ്മൾ ഓരോ നിമിഷം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഗ്രോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഞാൻ ഇന്ന് കുറച്ച് സമയമെങ്കിലും ലേണിങ്ങിന് വേണ്ടി കണ്ടെത്തണം എന്നുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റീഡിങ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ഇപ്പോൾ കൈമോശം വരുന്ന ഒരു കാര്യമാണ് റീഡിങ്. എന്നും കുറച്ചെങ്കിലും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ഓഫ് ബുക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കൈൻഡ് ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ടാവും. ഇതൊക്കെ വായിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ നിമിഷവും നമ്മുടെ ചുറ്റുമുള്ളതിനെ കുറിച്ചുള്ള ബോധ്യവും അവബോധവും ഉള്ളവരായിട്ട് വളരാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ.